ദുൽഹജ്ജ് മാസം 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ പ്രത്യേക സുന്നത്തുണ്ടോ? അങ്ങനെ സുന്നത്തുണ്ട് എന്ന് വിശദീകരിക്കുന്നവരുണ്ട്, എന്നാൽ അതിന് പ്രത്യേക തെളിവുകളില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അത് പരിശോധിക്കാം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് 2 നിലക്കുള്ള തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മൊത്തത്തിൽ ആ വിഷയത്തിൽ വന്ന ഹദീസാണ്. മറ്റൊന്ന് നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വന്നിട്ടുള്ള ഹദീസാണ്. രണ്ടും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഹദീസ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ, ആ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് മറ്റ് ഏതൊരു ദിവസത്തിലെ സൽക്കർമ്മത്തെക്കാളും അള്ളാഹുവിന് ഇഷ്ടം. അപ്പോൾ ഇവിടെ അൽ അമലു സ്വാലിഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സൽക്കർമ്മങ്ങൾ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ സൽക്കർമ്മം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞില്ല. അപ്പോൾ എല്ലാ സൽക്കർമ്മങ്ങളും അതിൽപ്പെട്ടു. നമസ്കാരം, നോമ്പ്, സ്വദഖ, മറ്റു പുണ്യകർമ്മങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇതിൽപ്പെട്ടു. അതുകൊണ്ടാണ് സ്വഹാബത്ത് പ്രത്യേകം ചോദിച്ചത്, വലൽ ജിഹാദു ഫീ സബീലില്ലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? കാരണം ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ പ്രയാസകരമായ, ശ്രമകരമായ, വളരെ വലിയ പുണ്യം ലഭിക്കുന്ന, വലിയ ത്യാഗം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? വലൽ ജിഹാദു ഫീ സബീലില്ലാ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അല്ലെങ്കിൽ യുദ്ധം പോലും ഇതിൻ്റെ താഴെയാണ് വരിക. എപ്പോൾ ഒഴികെ ഒരാൾ തൻ്റെ ശരീരവും സമ്പത്തുമായി യുദ്ധക്കളത്തിലേക്ക് പോയി ഷഹീദായാൽ ആ ഷഹീദിന് കൂടുതൽ കൂലിയുണ്ട്. എന്നാൽ ഷഹീദാവാത്തൊരവസ്ഥയിൽ ജിഹാദിനേക്കാളും പ്രതിഫലമുണ്ട് അയ്യാമുൽ അശ്റിൽ, അഥവാ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക്. അപ്പോൾ അൽ അമലു സ്വാലിഹ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. അതിൽ നോമ്പ് പെടും എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല, ഒരു മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കും തർക്കമില്ല, ഒരു പണ്ഡിതനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം സൽക്കർമ്മത്തിൽ വളരെ മുന്തിയതാണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇദ്ല ലഹു, നോമ്പിന് പകരം നിൽക്കുന്ന മറ്റൊരു അമൽ ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം, ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും വമ്പിച്ച പ്രതിഫലമുണ്ട്. അത് പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, വലാ അഅളമു അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫിൽ അശ്റിൽ അദ്ഹ, അതേപോലെ തന്നെ വമ്പിച്ച പ്രതിഫലവും അത് ഫി അൽ അശ്റിൽ അദ്ഹ. അശ്റുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസമാണ് ഉദ്ദേശം. ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തൊരു ഖൈറ് ചെയ്താലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ടതാണ്. ഇവിടെയും മാ മിൻ അമലിൻ എന്നാണ് പറഞ്ഞത്, ഏതൊരു അമലും. അതേപോലെ തന്നെ മിൻ ഖൈരിൻ എന്നാണ് പറഞ്ഞത്, ഏതൊരു ഖൈറും. അതിൽ നോമ്പ് പെടുകയില്ല എന്ന് ഒരാളും വാദിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. മുസ്ലിമീങ്ങൾ ആരും അത് വാദിക്കുകയില്ല. അപ്പോൾ ഖൈറായ അമലു സ്വാലിഹാത്തിൽപ്പെട്ട ഏതൊരു കർമ്മവും, അതെത്ര നിസ്സാരമാകട്ടെ എത്ര വലുതാകട്ടെ, അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് അതിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ഈ ഹദീസുകളെല്ലാം സ്വീകാര്യയോഗ്യമായ ഹദീസുകളാണ്, തർക്കമില്ലാത്ത ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു അമലു സ്വാലിഹാത്തും പോലെ നോമ്പും പ്രത്യേകം ഈ ദിവസങ്ങളിൽ സുന്നത്താണ് എന്ന് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല പണ്ഡിതന്മാരും സഹീഹാണ് എന്ന് വിധിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നോമ്പിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇമാം അബൂദാവൂദ് റഹ്മഹുല്ല തന്നെ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ ഹുനൈദത ബിൻ ഖാലിദിൻ അൻ ഇംറഅതിഹി അൻ ബഅദി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാര്യമാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്,
അത് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതിൽ കാണുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അദിൽ ഹിജ്ജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിലെ 9 ദിവസവും നോമ്പ് നോറ്റിരുന്നു. അതേപോലെ തന്നെ വയൗമ ആഷൂറ നോമ്പ് നോറ്റിരുന്നു. വസലാസത അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോറ്റിരുന്നു. അതേപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചകളിലെ നോമ്പുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നത് യസൂമു തിസ്അദിൽ ഹിജ്ജ എന്നാണ്. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയും അതിൻ്റേതായ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഹദീസ് നമുക്ക് വളരെ കൃത്യമായൊരു വ്യക്തത നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിൽ എന്താണുള്ളത്? മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വായിമൻ ഫിൽ ആശിരി ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു റിവായത്തിൽ ലം യസുമിൽ അശറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ നോമ്പ് നോറ്റിട്ടില്ല എന്നിങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റു എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അപ്പോൾ ഈ 2 ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ലേ എന്ന് ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം. അവിടെ ഉലമാക്കൾ വളരെ കൃത്യമായ ചില നിയമങ്ങളും ചില അടിസ്ഥാന കർമ്മശാസ്ത്ര തത്വങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഖാലൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഫി തആറുദി ബൈന ഹദൈനിൽ ഹദീസൈൻ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ 2 ഹദീസുകൾ തമ്മിൽ, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റിട്ടില്ല എന്ന്, എന്നാൽ നേരത്തെ പറഞ്ഞ അബൂദാവൂദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റു എന്നുമുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ജംഅ് ചെയ്യുക? എങ്ങനെയാണ് ഈ വൈരുദ്ധ്യത്തെ നമ്മൾ പരിഹരിക്കുക? അവിടെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇന്നൽ മുസ്ബിത മുഖദ്ദമുൻ അലൻ നാഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തില്ല എന്നും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്നും ഒരാൾ പറഞ്ഞാൽ അവിടെ സ്ഥാപിക്കുന്നതിനാണ് അതിനെ നിഷേധിക്കുന്നതിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം ഒന്നിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു എന്നാണ്, അത് കുറ്റമറ്റ റിവായത്തിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന നിഷേധത്തിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് ചെയ്തു എന്നതിനാണ്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇത് കർമ്മശാസ്ത്രത്തിലെ ഒരു വലിയ തത്വമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്നുള്ള നിലക്ക് ഒരു റിവായത്ത് വന്നാൽ അങ്ങനെ ചെയ്തില്ല എന്ന ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വാക്കിനേക്കാൾ അതിന് മുൻഗണനയുണ്ട്. കാരണം ചെയ്തില്ല എന്നുള്ളത് ആ സ്വഹാബിയുടെ അറിവിൽപ്പെട്ടതാണ്. എന്നാൽ ചെയ്തു എന്നത് മറ്റൊരു സ്വഹാബിയുടെ അറിവിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നതാണ്. ഇതാണ് ഒരു തത്വം. രണ്ടാമതൊരു തത്വം കൂടി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കർമ്മശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു തത്വമാണ് അന്നൽ ഖൗല മുഖദ്ദമുൻ അലൽ ഫിഅൽ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഒരു ഖൗല് സ്ഥിരപ്പെട്ടാൽ അത് ഫിഅലിനേക്കാൾ പരിഗണന കൊടുക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പനയോ നിർദ്ദേശമോ പ്രോത്സാഹനമോ ഉണ്ടെങ്കിൽ പിന്നെ അത് റസൂല് ചെയ്തോ ഇല്ലേ, ഏതെങ്കിലും സ്വഹാബികൾ ചെയ്തോ ഇല്ലേ എന്നുള്ളത് പിന്നീട് ഒരു പ്രശ്നമേ അല്ല. മറിച്ച് ചെയ്യാനുള്ള പ്രോത്സാഹനമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. റസൂൽ അത് പ്രത്യേകം ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും സ്വഹാബികളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് പ്രത്യേകം സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും ഇതും ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് ഏത് അമലും ഈ 10 ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമാണ്. അതിൽ നോമ്പ് പെടും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രോത്സാഹനം പരിഗണിച്ച് ഒരാൾ 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പ് നോറ്റാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല അത് പ്രത്യേകം സുന്നത്താണ് എന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി ഈ 2 ഹദീസുകളുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ 2 ശാരിഹ്യങ്ങൾ, ഒന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിം, നമുക്കറിയാം ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് എന്ന് പറയുന്നത് വിഖ്യാതമായ ഹദീസിൻ്റെ സമാഹാരമാണ്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഷറഹ് നടത്തിയിട്ടുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. പിന്നെ മറ്റൊന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ്. അതിന് ഷറഹ് നടത്തിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഷറഹാണ് ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഈ 2 പണ്ഡിതന്മാർ ഈ 2 ഹദീസുകളെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ
ദുൽഹജ്ജിൽ 1 മുതൽ 9 വരെ നോമ്പ് നോറ്റിരുന്നു എന്ന ഹദീസ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. മറ്റൊന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ജമ ആക്കേണ്ടത്? ഇമാം നവവി ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, വഹാദ മിമ്മാ യുതഅവ്വലു ഫലൈസ ഫീ സൗമി ഹാദിഹി തിസ്അതി കറാഹത്തുൻ. റസൂൽ നോമ്പ് നോറ്റിട്ടില്ല എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കൽ കറാഹത്താണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കറാഹത്തെ അല്ല, മറിച്ച് ബൽ ഹിയ മുസ്തഹബ്ബത്തുൻ ഇസ്തിഹ്ബാബൻ ഷദീദ, മറിച്ച് അത് അങ്ങേയറ്റം മുസ്തഹബാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അത് ഇസ്തിഹ്ബാബൻ ഷദീദ എന്നാണ്, ശക്തമായ പ്രേരണ നൽകേണ്ട സുന്നത്താണ്. ലാ സിയ്യമത്താസിഉ മിൻഹ, പ്രത്യേകിച്ചും ദുൽഹജ്ജ് 9 അഥവാ വഹുവ യൗമു അറഫ, യൗമു അറഫയുടെ നോമ്പ്, അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നു, വഖദ് സബഖത്തിൽ ഹദീസു ഫീ ഫദ്ലിഹി വസബത ഫീ സ്വഹീഹിൽ ബുഖാരി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഫ്ളലു മിൻഹു ഫീ ഹാദിഹി. അമലു സ്വാലിഹാത്തുകളെല്ലാം തന്നെ അത് ഏറ്റവും അഫ്ളലാണ് ഈ 10 ദിവസങ്ങളിൽ എന്ന ഹദീസ് ഇമാം ബുഖാരിയിൽ വന്നിട്ടുള്ളത് തന്നെ അതിൽ മതിയായതാണ്. എന്നാൽ നേരത്തെ പറയപ്പെട്ട ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റത് ഞാൻ കണ്ടിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസോ അദ്ദേഹം പറയുന്നു, ഫയുതഅവ്വലു ഖൗലുഹാ ലം യസുമിൽ അശ്റ അന്നഹു ലം യസുംഹു ലിആരിദി മറദിൻ ഔ സഫരിൻ ഔ ഗൈരിഹിമാ. അതൊരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം കാരണത്താലോ അല്ലെങ്കിൽ യാത്ര കാരണത്താലോ ഉപേക്ഷിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു കാരണങ്ങളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഔ അന്നഹാ ലം തറഹു സായിമൻ ഫീഹി, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം വല യൽസമു മിൻ ദാലിക അദമു സിയാമിഹി ഫി നഫ്സിൽ അംരി വയദുല്ലു അലാ ഹാദ തഅവീൽ ഹദീസ് ഹുനൈദ ഇബ്നു ഖാലിദ് അൻ ഇംറഅതിഹി അൻ ബഅദി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദിൽഹിജ്ജ വയൗമ ആശൂറ എന്നുള്ള ഹദീസ്. അപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റില്ല എന്ന് പറയുക സാധ്യമല്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചിലപ്പോൾ ഒരു ദിവസമാണ് ഉണ്ടാവുക, ബാക്കി ദിവസങ്ങളിൽ മറ്റു ഭാര്യമാരുടെ അടുക്കലാണ്. അപ്പോൾ അവരിൽ നിന്ന് എന്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒന്നെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ വീക്ഷിച്ചപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഉപേക്ഷിച്ചതായിരിക്കാം. ഇതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് വസ്തുദില്ല ബിഹി അലാ ഫദ്ലി സിയാമി അശ്രി ദിൽഹിജ്ജ. അദ്ദേഹം പറയുന്നത് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസം നോമ്പ് നോൽക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. കാരണം ലിൻദിറാജി സൗമി ഫീ, കാരണം നോമ്പ് അമലു സാലിഹിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അമലു സ്വാലിഹാത്തുകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതിൽ നോമ്പും ഉൾപ്പെടും എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. അദ്ദേഹം പ്രത്യേകം പറയുന്നു, വലാ യറുദ്ദു അലാ ദാലിക മാ റവാഹു അബൂ ദാവൂദ വഗൈറുഹു അൻ ആയിഷ ഖാലത് മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിമൻ അല അശ്റ ഖത്തു. അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് ഇതിനെ തള്ളിക്കളയുന്നതല്ല. കാരണം ലിഹ്തിമാലി അൻ യകൂന ദാലിക ലികൗനിഹി കാന യത്റുകുൽ അമല വഹുവ യുഹിബ്ബു അൻ യഅമലഹു ഖശിയത അൻ യുഫറദ അലാ ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കർമ്മങ്ങൾ അത് സമൂഹത്തിന് നിർബന്ധമാക്കപ്പെടുമെന്ന് ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചിലത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങളും ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചിലപ്പോൾ ഇനി നോമ്പ് നോൽക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം മറ്റു ഭാര്യമാരുടെ അടുക്കൽ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യാത്ര കാരണത്താലാകാം, അല്ലെങ്കിൽ രോഗം കാരണത്താലാകാം, അല്ലെങ്കിൽ സമൂഹത്തിന് ഉമ്മത്തിന് അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയപ്പാട് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അമലു സ്വാലിഹാത്തിൽ നോമ്പ് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിനൊരു ഉദാഹരണമാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സുബ്ഹത്തൽ ദുഹാ ഖത്തു വ ഇന്നി ലഉസബ്ബിഹുഹാ വ ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയദഉൽ അമല വഹുവ യുഹിബ്ബു അൻ യഅമല ബിഹി ഖശിയത അൻ യഅമല ബിഹി നാസ് ഫയുഫറദ അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹാ നമസ്കരിക്കുന്നത് അഥവാ ളുഹാ നമസ്കാരം പതിവാക്കിയത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനത് നമസ്കരിക്കാറുണ്ട്.
ളുഹാ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പതിവായ രൂപത്തിൽ ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്നിട്ട് അവർ പ്രത്യേകം പറയുകയാണ്, അതിനുള്ള കാരണം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പതിവായി ചെയ്യുകയും ആളുകളൊക്കെ അത് പതിവാക്കുകയും ചെയ്താൽ നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ അള്ളാഹു അത് ഫർളായി നിശ്ചയിക്കുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടു. റമളാൻ മാസത്തിലെ തറാവീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉപേക്ഷിച്ചതുപോലെ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തില്ല എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് പരിഗണിച്ചാൽ പോലും നോമ്പ് പ്രത്യേകം സുന്നത്തില്ല എന്നതുകൊണ്ട് ലഭിക്കില്ല. മറ്റു ഹദീസുകൾ അത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാർ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ നോമ്പ് നോറ്റിരുന്നു എന്നത് സ്ഥിരപ്പെടുകയും ചെയ്തതിനാൽ അത് പ്രത്യേക സുന്നത്താണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മുഹമ്മദ് ഇബ്നു സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നൽകിയ ഒരു പ്രത്യേക, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി തന്ന ഒരു പ്രത്യേക പോയിന്റ് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നത് വ അന ഉരീദു അൻ ഉഅതീക ഖാഇദ, ഒരു ഖാഇദ അഥവാ കർമ്മശാസ്ത്രത്തിലെ ഒരു തത്വം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇദാ ജാഅത്തി സുന്നത്തു ഫിൽ ലഫ്ളി ഫഖുദ് ബിമാ ദല്ല അലൈഹി ലഫ്ള് അമ്മൽ അമൽ ഫലൈസ ഫി ശർത്തി അൻ നഅലമ അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലഹു ഔ ഫഅലഹു സ്വഹാബ. അദ്ദേഹം പറയുകയാണ്, ഹദീസിൽ ഒരു ലഫ്ള് സ്ഥിരപ്പെട്ടാൽ, ഒരു കർമ്മത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള ഒരു ഹദീസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹദീസ് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ അത് ചെയ്തോ സഹാബികൾ അത് ചെയ്തോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. ചെയ്യാൻ കൽപ്പനയോ പ്രോത്സാഹനമോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് ഇന്നാൾ ചെയ്തോ അല്ലെങ്കിൽ റസൂൽ തന്നെ ചെയ്തോ എന്നതപ്പോൾ അതൊരു വിഷയമല്ല. വലൗ അന്നനാ ഖുൽന, ഇനി നമ്മൾ വാദിക്കുകയാണെന്ത്, ലാ നഅമൽ ബിദ്ദലീൽ ഇല്ലാ ഇദാ അലിംന അന്ന സ്വഹാബ അമിലു ബിഹി ലഫാത അലൈനാ കസീറു മിനൽ ഇബാദാത്ത്. സ്വഹാബികൾ ചെയ്തു എന്നറിയാതെ ഞങ്ങൾ മറ്റൊരു തെളിവും സ്വീകരിക്കൂല, മറിച്ച് പ്രോത്സാഹനത്തിൻ്റെ കൂടെ സ്വഹാബികൾ ചെയ്തു എന്നുകൂടി ലഭിച്ചാലേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ ധാരാളം അമലുകൾ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അടുക്കൽ ഒരു ഹുജ്ജത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു കൽപ്പന, ഒരു പ്രോത്സാഹനം വന്നാൽ സ്വഹാബികളോ നബിയോ അത് ചെയ്തു എന്ന് നമുക്ക് വേറെ തെളിവുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്കത് മതിയാകുന്നതാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം കൂടി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി തന്ന കാര്യം ഇതാണ്. സൽക്കർമ്മങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൽക്കർമ്മങ്ങൾ, ഖൈറാത്തുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നോമ്പ് പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു അമലു സ്വാലിഹാത്തും പോലെ നോമ്പും പ്രത്യേകം സുന്നത്താണ് ഈ 9 ദിവസങ്ങളിൽ.